നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന വെയിലാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ചൂടുണ്ടല്ലോ, അത് നമ്മളുടെ ഗർഭിണികൾക്കും കുട്ടികൾക്കും അതേപോലെ തന്നെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യം വിചാരിക്കുക ചൂട് നമ്മളതിനെ ബുദ്ധിമുട്ടിക്കുന്നല്ലേ, പക്ഷെ ശരിക്കും ചൂട് നമ്മുടെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ ചൂട് ഏറ്റവും കൂടുതൽ സൂര്യാഘാതം ഏൽക്കാനും നിർജ്ജലീകരണത്തിനൊക്കെ കാരണമാകും. കൂടുതലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുറമേ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചൂട് ബുദ്ധിമുട്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരൊക്കെ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടുമ്പോൾ നമുക്ക് മറ്റു പല അസുഖങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരമാവധി ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ തന്നെ ഈ തണുത്ത വെള്ളം, ഹോട്ടലിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുമല്ലോ, അപ്പം അതിന് പകരം നമ്മൾ എപ്പോഴും ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതും കൂടി ഒരു നിർദ്ദേശമാണ്. ഇനി അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഈ സൂര്യപ്രകാശം തട്ടുമ്പോൾ നമുക്ക് നിർജ്ജലീകരണത്തിന്, അതായത് ഡീഹൈഡ്രേഷന് സാധ്യത ഉണ്ട്. അപ്പം ഈ ഡീഹൈഡ്രേഷൻ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുക എന്നുള്ളതാണ്. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും പറ്റും, നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ മാറ്റാനും പറ്റും. അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് രീതിയിലാണ്. അതായത് നമ്മൾ കൂടുതലും അയഞ്ഞ ഡ്രസ്സുകൾ, കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൊട അല്ലെങ്കിൽ തൊപ്പി ഇതൊക്കെ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നതിൽ നിന്ന് നമ്മൾ ഈ തൊപ്പിയും കൊടയൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 10 to 3 എന്ന് പറയുന്ന സമയങ്ങളിൽ ഗർഭിണികളോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവശരായിട്ടുള്ളവരോ കുട്ടികളോ മുതിർന്നവരോ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കുന്നത്. അതേപോലെ നമുക്ക് ദൂരെ യാത്ര പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത്, അതായത് ഏറ്റവും കൂടുതൽ വെയിലും ചൂടുള്ള സമയത്ത് ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ വിശ്രമിച്ചിട്ട് ദൂരയാത്ര പോവുക. അതായത് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ആരോഗ്യപരമായിട്ടും ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ചൂടുള്ള സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഭക്ഷണത്തിൽ നമ്മൾ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ORS, അതുപോലെ സംഭാരം ഇവയെല്ലാം ആഡ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മൾ ORS അല്ലെങ്കിൽ സംഭാരമോ കുടിക്കുന്നത് നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ അതുപോലെ തന്നെ ചൂടുന്നുണ്ടാകുന്ന മറ്റ് ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം മാറ്റാനായിട്ട് സഹായിക്കും. നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന മദ്യം, ചായ, കാപ്പി, പിന്നെ അതേപോലെ തന്നെ ചില സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക. പകൽ സമയങ്ങളിൽ മാത്രമല്ല, മാക്സിമം ഈ സീസണിൽ നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് വേറൊരു നിർദ്ദേശം. അതുപോലെ തന്നെ വേറൊരു നിർദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കാണ് പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അവരെ മാക്സിമം വെയിലത്ത് നിന്ന് മാറ്റിയിട്ട് തണലത്ത് കളിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പകൽ സമയത്തെ കളിയൊക്കെ ഒഴിവാക്കി ഒരു ഈവനിങ് ടൈമിലുള്ള കളികൾക്കെല്ലാം അനുവദിക്കുക എന്നുള്ളതാണ് വേറൊരു നിർദ്ദേശം. ഇനി അടുത്തത്, നമ്മൾ വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങളിൽ കുട്ടികളെ അതേപോലെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് പോകാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ഈ പകൽ സമയങ്ങളിൽ നമുക്ക് വെയിലേറ്റിട്ട് അസ്വസ്ഥതകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വൈദ്യസഹായം തേടണം എന്നുള്ളതാണ് മറ്റൊരു ജാഗ്രതാ നിർദ്ദേശം.